ഹായ് ഹലോ. അപ്പം നമ്മുടെ കാറിൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റം വെക്കുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അധികം റെസ്പോൺസ് കിട്ടുമെന്ന്. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ അന്ന് പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ക്രോസ് ഓവർ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഇൻസ്റ്റലേഷൻ വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്ന നമ്മുടെ ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ്. സൗണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പം അതിന് മുന്നേ തന്നെ നേരത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും എല്ലാം കൂടെ കൂടി, അതായത് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാം കൂടെ കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നമുക്ക് ക്രോസ് ഓവർ പരിചയപ്പെടുത്താം, ക്രോസ് ഓവറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചോദിച്ച ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിരുന്നു, ഡാക്കിനെ പറ്റി ചോദിച്ചിരുന്നു, ഡാക്കിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാവോ. അപ്പോൾ ഡാക്കിനെ പറ്റി ആദ്യമായിട്ട് ഒരു ബ്രീഫായിട്ട് ഇത് കൊടുക്കാം. ചിലർക്കുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഡാക്ക് എന്ന് പറഞ്ഞാൽ ഡാക്ക് എന്ന് എഴുതിയാൽ മാത്രമേ ഡാക്ക് ആവുള്ളൂ, അങ്ങനെയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്ലൂടൂത്ത് റിസീവ് ചെയ്യുന്ന ഒരു സാധനത്തിനുള്ളിലും അതിൻ്റെ ഐസിക്ക് പ്രോസസ്സർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയും ഒരു ഡാക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 100-150 രൂപയുടെ ഡിസ്പ്ലേ അടക്കമുള്ള ഒരു, അല്ലെങ്കിൽ പല വിലയുടെ 350 രൂപ 400 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂടൂത്തിന് മൊഡ്യൂളൊക്കെ കിട്ടും. അതൊക്കെ വെച്ച് കഴിഞ്ഞാലും അതിന് ഒരു ചീപ്പ് ചൈനീസ് ആയിട്ടുള്ള ക്ലോൺസ് ആയിട്ടുള്ള ഐസീസും കാര്യങ്ങളും അതിൻ്റെ അത് വയ്ക്കുന്നത്, അതൊരു ഒരിക്കലും അതിന് പറഞ്ഞ ക്വാളിറ്റി ഒന്നും കിട്ടില്ല. പക്ഷേ ഇതൊരു 2000 സംതിങ് രൂപയുടെ ഒരു സാധനമാണ് നമ്മൾ അതിൻ്റെ അകത്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ബ്ലൂടൂത്ത് പെയർ ചെയ്യുമ്പോൾ എടുക്കുന്ന ഡിലേയും ഇത് പെയർ ചെയ്യും, ഇത് പെയർ ചെയ്ത സ്വിച്ച് ഓൺ ചെയ്ത അപ്പോൾ തന്നെ ഇത് ചാടിക്കേറി ബ്ലൂടൂത്ത് പിടിക്കും. അപ്പം അതിൻ്റെ എപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഐസിക്കാണ്. പ്രോസസ്സർ ഐസി, കമ്മ്യൂണിക്കേഷൻ ഐസി, രണ്ട് ഐസി ഉണ്ട്. ഇപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റിസീവിങ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് റിസീവിങ് ചെയ്യുന്നതിന് ഒരു ഐസി ഉണ്ടാവും, പ്രോസസ്സ് ചെയ്യുന്ന ഫർദർ ഐസി ഉണ്ടാവും. അപ്പം ആ ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു ഡിസൈൻ ആസ്പെക്ട്സിൽ ക്ലോണിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ, ക്ലോൺ ബോർഡുകൾ ഇപ്പോൾ അഡ്നോ ആയിക്കോട്ടെ ഏതാണെങ്കിലും ക്ലോൺ ബോർഡിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള ഐസീസ് ആണ്. അതാണ് നമുക്ക് പ്രോഗ്രാം അപ്ലോഡിങ്ങിനും ട്രാൻസ്മിഷൻ റിസീവിനും ഒക്കെ ടൈം എടുക്കുന്നത്. പക്ഷേ ഇത് ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സാധനം നല്ലതാണ്, ക്വാളിറ്റി ഉണ്ട്. അതുമാത്രമല്ല ഞാൻ വെച്ച് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ആ സിഗ്നലിനെ അത്രത്തോളം നല്ല രീതിയിൽ, കാരണം ഓൾറെഡി നമ്മൾ വാങ്ങിയ ബോർഡ് ക്ലാസ് ഡി ആംപ്ലിഫയറിന്റെ ബോർഡ് പരിചയപ്പെടുത്താൻ പറഞ്ഞു. ആ ബോർഡ് ഞാൻ പരിചയപ്പെടുത്താം. ആ ബോർഡിൽ ഓൾറെഡി ഒരു ബ്ലൂടൂത്തിന് മൊഡ്യൂളുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് ശരിക്കും വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഇനി കൂടുതൽ ഓപ്ഷനിലോട്ടുള്ള ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. അപ്പോഴത്തേനും നമ്മൾ വാഹനത്തിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. നമുക്ക് വെക്കാനുള്ളൊരു സ്പേസ് നമ്മൾ ഏറ്റവും പ്രധാനമാണല്ലോ. പിന്നെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ എനിക്ക് പ്രധാനമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒക്യുപ്പൻസി കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്തത്. എന്തായാലും അത് കുഴപ്പമുണ്ടായില്ല, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എനിക്ക് നമ്മുടെ ഡാക്കിനെ പറ്റി എനിക്ക് ഏകദേശം പറയാനുള്ളത്. നമ്മുടെ വണ്ടിയിൽ വെച്ചിരിക്കുകയാണ് ഓൾറെഡി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ആ ഒരു ബോർഡ്. അപ്പോൾ അത് ഞാൻ അഴിച്ച് കാണിക്കാം. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിച്ച ബോർഡ്, ഐമ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് ബോർഡിൻ്റെ പടം. ഇതുപോലെ ഇരിക്കും ബോർഡ്. ഇപ്പം ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഓക്സ് ഇൻപുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്ലാസ് ഡിയുടെ ആ ഒരു സർക്യൂട്ടിൻ്റെ ആ ഒരു പോർഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഡിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്ക് ക്ലാസ് എ ബിയും ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് എ ഉണ്ട്, ക്ലാസ് എ ബി ഉണ്ട്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഡി ഉണ്ട്. അപ്പോൾ നമുക്ക് വാഹനത്തിൽ ക്ലാസ് ഡി യൂസ് ചെയ്യുമ്പോഴത്തേനുള്ള ഏറ്റവും കൂടുതൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വാഹനത്തിൽ ലെങ്ത്, അതായത് നമ്മുടെ സ്പീക്കറിലോട്ടുള്ള ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കറിലോട്ടുള്ള ലെങ്ത് കുറവല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ കറക്റ്റ് ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ക്ലാസ് ഡിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേബിൾ ലെങ്ത് കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ നോയിസ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ കാരണം ആ ഇമ്പിഡൻസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മുടെ വാഹനത്തിലാകുമ്പോഴത്തേനും കേബിൾ ലെങ്ത് മിനിമം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടും. അതേപോലെ തന്നെ വളരെ പ്യൂറായിട്ടുള്ള നല്ലൊരു സൗണ്ടും കിട്ടും. സോ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഡി. പിന്നെ കമ്പോണൻസ് വൈസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറവാണ്, വലിയ കൂടുതലായിട്ടുള്ള കമ്പോണൻറ്റ്. വല്ല ഹീറ്റ് സിങ്കിൻ്റെ വലുപ്പം കണ്ടോ, ചെറിയ ഹീറ്റ് സിങ്കാണ്, സ്പേസ് കറക്റ്റായിട്ട് ഒക്യുപ്പൈ ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരു നീറ്റായിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ബോർഡാണ് ഈ സംഭവം. ഇതിൻ്റെ വില ഞാനിപ്പോൾ ഏകദേശം ഓർക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കൊരു മാനുവലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാനുവലും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ ഇതിന് നീറ്റായിട്ടുള്ള ഒരു മാനുവലും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ടേക്കാം, അല്ലെങ്കിൽ ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്ത ക്രോസ് ഓവർ എടുക്കാം.
ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഓവർ എന്നല്ല, ക്രോസ് ഓവർ ആയിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, ആംപ്ലിഫയർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എത്ര വേണേലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു ക്രോസ് ഓവർ സർക്യൂട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ഓവർ തന്നെയാണ് കേട്ടോ കണ്ടിട്ട്. കാരണം ഇത് വെച്ച് നോക്കിയാലേ നമുക്കിനി അറിയുള്ളൂ. പക്ഷേ കമ്പോണൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ 2 കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ 2 കപ്പാസിറ്റർ കൊടുത്തത് രണ്ടും ഒരേ കമ്പനിയല്ല. ഇപ്പോൾ സാധാരണ നമ്മളിപ്പം ലോക്കലായിട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കെൽട്രോൺ ആണെങ്കിൽ അതിൻ്റെ തന്നെ സെയിം രീതിയിലുള്ള കപ്പാസിറ്റർ ഇടും. പക്ഷേ ഇവരത് ചെയ്തിരിക്കുന്നത് 2 കമ്പനിയുടെ കപ്പാസിറ്റർ ഇട്ടു. ഇത് എലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇത് NCD നല്ല കപ്പാസിറ്റർ കമ്പനിയാണ് കേട്ടോ. ആ കമ്പനിയാണ് ഇട്ടിരിക്കുന്നത്. സോ സ്പെസിഫിക്കലി ആ ഫ്രീക്വൻസി റെസ്പോൺസ് ചിലപ്പോൾ നല്ലതായതുകൊണ്ടായിരിക്കും അവരത് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. നോൺ പോളാറുള്ള ഒരു കപ്പാസിറ്റർ, 2 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഇത് ചേർന്നതാണ് ട്വിറ്ററിൻ്റെ പോർഷൻ. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫ്രീക്വൻസി സിഗ്നൽ നമുക്ക് ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. കോമണും ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നു, മോണോ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നു. ഈ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് 3 രീതിയിലുള്ള ഫ്രീക്വൻസികളാണ് വേണ്ടത്. അതായത് നമുക്കൊരു ബേസ് ആയിട്ടുള്ള, അത് ബാസിന് വേണ്ടിയിട്ടുള്ളത് വേണം, അതായത് സ്പീക്കറിലോട്ട് കൊടുക്കാനുള്ള ഒരു മിഡ് റേഞ്ച് വേണം, അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ട്വിറ്റർ വേണം. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് നമുക്ക് ട്വിറ്ററിലോട്ടുള്ള, അതായത് ഈ നോൺ പോളാറിൽ കയറി ഈ ഇലക്ട്രോലൈറ്റിക്കിൻ്റെ ഈ കപ്പാസിറ്ററിൽ കയറി നമുക്ക് ട്വിറ്ററിൻ്റെ ഒരു ഹൈ ഫ്രീക്വൻസി, അതായത് കപ്പാസിറ്ററുകൾ എപ്പോഴും ലോ ഫ്രീക്വൻസിയെ തടുത്തിട്ട് ഹൈ ഫ്രീക്വൻസിയെ കടത്തിവിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്രീക്വൻസി, അതായത് ലോ ആയിട്ടുള്ള സ്പീക്കറിൻ്റെ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളും മാറി ആ ഫ്രീക്വൻസി, ലോ ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസിയും പോയി ഹൈ ഫ്രീക്വൻസി മാത്രം, ചിലപ്പോൾ ആ ഫ്രീക്വൻസി മാത്രം ഇതിൻ്റെ അകത്ത് കിട്ടും. ഇത് ബാസിനുള്ളതും ഇത് അതേപോലെ തന്നെ നമ്മുടെ മിഡ് റേഞ്ചിനുള്ളതുമാണ്. അപ്പോൾ ഇൻഡക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻഡക്ടർ നോർമലി നമ്മുടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, നേരെ കപ്പാസിറ്ററിൻ്റെ ഓപ്പോസിറ്റാണ്, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുകയും ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കടത്തിവിടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നോക്കിയാൽ കാണാം, മിഡ് റേഞ്ചിന് ഇച്ചിരി കുറവും വൂഫറിന് ഇച്ചിരി കൂടുതലുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് വൂഫറിനാണല്ലോ കൂടുതൽ ബേസ് ആയിട്ടുള്ള, ലോ ആയിട്ടുള്ള ഏറ്റവും ലോ ഫ്രീക്വൻസി വേണ്ടേ, അതുകൊണ്ടാണ് ഇതിന് ടേണിങ് കൂടുതലിട്ടിരിക്കുന്നത്, ഇതിന് കുറവും. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു 3 വേ ക്രോസ് ഓവറാണ്, ഒരു ക്രോസ് ഓവർ സർക്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് എൻഡ് ഇതാണ്. PCB ഒക്കെ ക്വാളിറ്റിയുള്ള PCB തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 എണ്ണം വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഒരു ചാനലിന്, അടുത്ത ചാനലിന് ഇതാണ്. അപ്പം ഇത് നമ്മൾ വെക്കുന്നത് ഈ ഒരു നമ്മൾ പറഞ്ഞ മോണോയുടെ ആ ഒരു സെറ്റപ്പ് സ്പീക്കറിലാണ് വെക്കുന്നത്. അപ്പം ഇതെല്ലാം വെച്ചതിന് ശേഷം ഇനിയുള്ളൊരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്യണം. ഇനി വയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് ഇത് എല്ലാം അസംബിൾ ചെയ്ത് നമ്മളെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഇനി കാണാം.